സജി ഏട്ടാ, ഞാൻ സേഫ് അല്ല, ഇവിടെ സേഫ് ആണോ എന്നൊരൊറ്റ ചോദ്യത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന ശരത് സഭയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. എന്തുകൊണ്ട് സഭ എന്നുള്ളൊരു പേര് തിരഞ്ഞെടുത്തു? ഞാനും ഫ്രണ്ട്സും കൂടി ഒരു ദിവസം സിനിമ കാണാൻ പോയി. അപ്പൊ ഒരു തമിഴ് സിനിമ ഉണ്ട്, സിനിമ കണ്ടത് അതിലത്തെ ഒരു ക്യാരക്ടറിന്റെ പേര് സഭ. എടാ ഈ പേര് കൊള്ളാലോ, സഭ. അങ്ങനെ ഡിസ്കഷൻ തുടങ്ങി. കുമാർന്ന് മാറ്റിയിട്ട് സഭാന്ന് ചേർത്താൽ ശരത് സഭ ആക്കാം. നല്ല ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തു ആക്കിക്കും. ഒരുപാട് പേര് ഹൈപ്പ് കൊടുക്കുന്ന പടങ്ങൾ കാണാൻ നമുക്ക് പൊതുവെ നമ്മളൊരു ഇത് കൊള്ളാമോ കൊള്ളൂലേ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരുന്നു. ബട്ട് എക്സ്പെക്ടേഷൻ ഇല്ലാതായിരുന്നു പോയത്. പക്ഷെ അടിപൊളി പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. ലോകയിലെ ആ വില്ലനിസം നിറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള ആ കാമുകനെ ഒന്ന് അവതരിപ്പിക്കാമോ? ഞാൻ ഇന്നലെ മുന്നേ വന്നു, നീ എന്നെ മൈൻഡ് കൂടെ ആക്കില്ല. എന്ത് ഇഷ്ടമായിട്ടല്ലേ കണ്ടത്? കല്യാണമാക്കാൻ നിനക്ക് നിന്റെ മേലെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പൊക്കി കാണിച്ചു തരാം. ഞാനാണ് കുറച്ച് കല്യാണിക്ക് കുറച്ച് ഇത് കൊടുത്തത്. ഒരു കഴുത്തിന് പിടിച്ചിട്ടുള്ള ഡയലോഗ്. കഴുത്തിങ്ങനെ കൈ അറിയാതെ മുറുകിപ്പോയി. എൻ്റെ ഒരു ഞാനത് ക്യാരക്ടറിൽ ഇൻവോൾവ്. പക്ഷെ നമുക്കൊരു ഇന്റർവ്യൂല് പറഞ്ഞു, കണ്ണൂർ സ്ക്വാഡ് കഴിയുമ്പോഴത്തേക്കും ശരത് സഭ വേറൊരു റേഞ്ച് ആയിരിക്കും എന്നുള്ളത്. ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടേ? സന്തോഷം കേൾക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. ഷെഫ്ജി ശരത് സഭയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ചോദ്യങ്ങളൊക്കെ പിന്നെ ഈ സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. ചേട്ടൻ കഴിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെങ്കിലും കഴിക്കാം. വീണ്ടും ഇടാം. സജിയേട്ട ഇവിടെ സേഫ് അല്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഒന്ന് പറയാമോ? കേട്ടാ, ഞാൻ നിങ്ങളുടെ പപ്പഴേ പറഞ്ഞു ഇവിടെ സേഫ് അല്ല. കേട്ടാ, ഞാൻ നിങ്ങളുടെ ഇപ്പോഴും പറയാണ് ഇവിടെ സേഫ് അല്ല. അത്രയാണ്.